അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അമിതഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ നമ്മുടെ പ്രമേഹ രോഗികൾക്കും കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ അരിപ്പൊടിക്ക് പകരം നമ്മളിന്ന് ചോളപ്പൊടി ഉപയോഗിച്ചാണ് പുട്ട് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഈ ഒരു പുട്ട് നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. എന്നിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഞാനിവിടെ നെല്ലിയാമ്പതിയുടെ കമ്പൻചോളം പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ചോളപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ചോളപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഇങ്ങനെ തൂക്കിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അധികം വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. നമ്മൾ അധികം വെള്ളമായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിക്ക് കുഴച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ കുതിർന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. പിന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്മളെ ഷുഗർ ഉള്ളവർക്കൊക്കെ രാത്രി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഇതിൻ്റെ ആ യെല്ലോ കളറൊക്കെ കാണുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവിക്ക് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോളം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ വീട്ടിലുണ്ടാക്കാറ്. ഇനി വേറൊരു രീതിയിലും കൂടെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോളം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ബാക്കി മാവില്ലേ അതിലേക്ക് ഞാൻ 1/4 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തൂക്കി കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാനത് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഒറ്റ ഒരു കറക്കൽ മാത്രം ചെയ്താൽ മതി. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ പുട്ടും കുറ്റിയിലിട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ആ ചോളത്തിൻ്റെ ആ ഒരു കുത്തൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 രീതിയിൽ ഇഷ്ടം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടിയും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഈ 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.